അപ്പൊ നമുക്ക് അള്ളാഹിനെ ഇഷ്ടമാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയേക്കും. ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം 4 കാര്യവാക്കുകളാണ്. ഖുർആൻ, ആ 4 വാക്കും ഖുർആനിൽ ഉണ്ടാനും. ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം 4 വാക്കുകളാണ്. ഖുർആൻ, ആ 4 വാക്കും എവിടെയുണ്ട്? ഖുർആനിൽ ഉണ്ട് താനും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് അതാണ്. അതൊരാൾക്ക് ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? ആരാണെങ്കിൽ. ഏതാ വാക്ക്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്റെ അതൊരു മൂല്യൊരു വയന്ന് പറഞ്ഞു കേട്ടു. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രേ. അത് പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അള്ളാഹിന് ഇഷ്ടമാണ്. അബൂദർ കയറി വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതാ അബൂദറിൻ ഖദ് അഖ്ബല, അബൂദർ വന്നല്ലോ. അപ്പോൾ ഹബീബായ നബി ചോദിച്ചു, അവ തഅരിഫുഹു യാ ജിബ്രീൽ, ജിബ്രീലേ നിങ്ങൾ അബൂദറിനെ അറിയുമോ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും, അദ്ദേഹം ഭൂമിയിലേക്കാൾ പ്രസിദ്ധൻ ആകാശത്താണ്. ആകാശത്ത് വലിയ പ്രസിദ്ധിയാണ്. ആർക്ക്? അബൂദറിന്. ഇങ്ങോട്ട് നോക്കേ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പുണ്യ റസൂൽ ചോദിച്ചു, എന്ത്? ബിമാദാ നാല ഹാദിഹിൽ ഫളീല, ഇത്ര വലിയ ശ്രേഷ്ഠത അബൂദർ എന്റെ നേടിയത്? അപ്പോൾ പറഞ്ഞു, ലി സിഗരിഹി ഫീ നഫ്സിഹി, ഒരു അടിമയുടെ ഏറ്റവും വലിയ ഗുണം ചെറുതായി നടക്കുകയാണ്, വിനയം. ഞാൻ ചെറിയവനാണെന്ന ബോധം അതും അബൂദറിനുണ്ട്. വകസ്റത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, എപ്പോഴും അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് ഓടാറുമുണ്ട്. എന്താ ഖുൽ ഹുവല്ലാഹു അഹദ് ഓടാൻ കാരണം? അള്ളാഹിന്റെ തറവാട്ട് സൂറത്താണ്. അള്ളാഹിന്റെ തറവാടാ. ഇന്ന ലികുല്ലി ഷൈഇൻ നസബൻ ഫമാദാ നിസ്ബത്തു റബ്ബിക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ഖുറൈശി പ്രമുഖർ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദ്, ഒരാൾക്കൊരു തറവാട് വേണം, എൻ്റെ പടച്ചോന്റെ തറവാട് എന്താ? ഫഖാല നബി, റസൂൽ പറഞ്ഞു, ശരിയാണ് തറവാട്. ഫനസല റൂഹുൽ അമീൻ, അപ്പൊ ജിബ്രീൽ ഇറങ്ങി. റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വരെ ആ കൂട്ടത്തിലുണ്ട്. 5 ആൾ വന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. റസൂലുള്ളാഹിനെ വളഞ്ഞു, മുഹമ്മദ്, നിന്റെ തറവാട് എന്താ? ഞങ്ങൾ ദൈവത്തിന്റെ തറവാട് കിട്ടും. ചില ദൈവങ്ങൾ മിൻ ഹജറാണ്, ചില ദൈവങ്ങൾ മിൻ ഹദീദാണ്. കല്ലിന്റെ ദൈവമുണ്ട്, മനസ്സിലായില്ല? ചിലത് ഹഷബ, മരത്തിന്റെ ദൈവമുണ്ട്. ഹദീദ്, ഇരുമ്പ, മനസ്സിലായില്ലേ പറഞ്ഞത്? നുഹാസ, ചെമ്പ, ഇങ്ങനെയൊക്കെ ഞങ്ങളെ ദൈവങ്ങൾക്ക് തറവാടുണ്ട്. അമാനിസ്മത്ത് റബ്ബിക്ക, എൻ്റെ ദൈവത്തിന്റെ തറവാട് എന്താ? കഅബാലയത്തിൽ കൂടിയിരുത്തിയത് ചിലത് ചെമ്പ്, ചിലത് മരം, ചിലത് കല്ല്. ഇത് ഏതാ സാധനം എന്ന് വെച്ചാൽ അപ്പം എനിക്ക് പറയാൻ കഴിയും. അത് മരം ദൈവമാണ്, ഇത് കല്ല് ദൈവമാണ്, ഇത് മറ്റേ ചെമ്പ് ദൈവമാണ്, ഇത് ഇരുമ്പ് ദൈവമാണ്. എൻ്റെ ദൈവത്തിന്റെ തറവാട് എന്താ? ഫനസല റൂഹുൽ അമീൻ. ഇത് ഖുറൈശികൾ വളഞ്ഞ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ ഉടനെ ഇറങ്ങിക്കൊടുത്ത സൂറത്താണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബാ നബി പറഞ്ഞു, നഅം ശരി, ലികുല്ലി ഷൈഇൻ നസബൻ, ഇന്ന ലികുല്ലി ഷൈഇൻ നസബൻ. ഏതൊരു സാധനത്തിന് തറവാട് വേണം. വനിസ്ബത്തു റബ്ബി ഖുൽ ഹുവല്ലാഹു അഹദ്, എൻ്റെ റബ്ബിന്റെ തറവാട് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തിന് പേരുണ്ട് അൽ ജമാൽ. ഫയകൂൻ റൂഹുഹു ജമീലൻ. ഇത് ചൊല്ലുന്നതിനനുസരിച്ച് റൂഹ് സുന്ദരനായിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഖബീഹോ ജമീലോ. ഇതിന് സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ ജമാൽ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഏതാണ് സൂറത്തുൽ ജമാൽ എന്ന് പേര് കിട്ടിയ അധ്യായം ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ്. ഇന്നല്ലാഹ ജമീലുൻ. ഇതിനൊരു കാരണമുണ്ട്. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുന്ദരനാണ്, സൗന്ദര്യം അല്ലാഹുക്ക് ഇഷ്ടമാണ് എന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമാ ജമാലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹു സുന്ദരനാണെങ്കിൽ അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു, അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. റസൂലുള്ളാഹിന്റെ ഉത്തരം മറുപടിയാണ് മാ ജമാലുഹു, അല്ലാഹു വലിയ സുന്ദരനാണ്, അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താ? അപ്പോൾ പറഞ്ഞ മറുപടിയാണ് എന്ത്? അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അല്ലാഹുവിന്റെ സൗന്ദര്യത്തിന്റെ സൂറത്താണത്. മനസ്സിലായില്ലേ? അപ്പൊ റൂഹിന് സൗന്ദര്യം കൂട്ടാൻ അള്ളാഹിന്റെ തറവാട്ട് അധ്യായം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ആര്?
അബൂദർ എന്തുകൊണ്ട്? ആരിഷ്ടാണ്? അള്ളാഹിനിഷ്ടാണ്. അതുകൊണ്ട് ആകാശത്ത് ആ മനുഷ്യന്റെ പേരറിയാത്ത ഒരാളില്ല. മുഅവിയ്യത്ത് ബിൻ മുഅവിയ എന്ന സ്വഹാബി മദീനയിൽ മരിച്ചപ്പോൾ റസൂലുള്ളാഹി തബൂക്കിലാണ്. അപ്പോൾ ജിബ്രീൽ വന്നു, വഹയോട്ട് കൊടുത്തതും ഇല്ല. വന്നാൽ എന്തുണ്ടാവും? വഹി ഉണ്ടാവും. അത്തവണ വന്നിട്ട് വഹി കൊടുക്കണില്ല. അപ്പോൾ ചോദിച്ചു, പിന്നെന്തിന് നിങ്ങൾ വന്ന്? അപ്പോൾ പറഞ്ഞു, ലിമൗതി മുഅവിയ്യത്ത് ബിൻ മുഅവിയ അല്ലൈസി ഫിൽ മദീന, മദീനയിൽ മുഅവിയ്യത്ത് ബിൻ മുഅവിയ മരിച്ചിട്ടുണ്ട്. ലൈസ് ഖബീലക്കാരനായ ഒരു സാധാരണ സ്വഹാബി മരിച്ചതിന് നിങ്ങൾ എന്തിനാ വരുന്ന ജിബ്രീലേ? ഞാൻ മാത്രമല്ല, 70,000 അൽഫ മിനൽ മലായിക, എത്ര മലക്കുകളുണ്ട്? 70,000 മലക്കുകൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, അല്ലാ, ഒരു സാധാരണ സ്വഹാബിയാണ് അദ്ദേഹം, പ്രമുഖർ പോലും അല്ല, ഒരു സാധാരണ സ്വഹാബി മരിച്ചപ്പോഴത്തേന് 70,000 മലക്കുകൾ കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വന്ന് ജനാസയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആര്? സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന് ഇത്ര വലിയ ദറജ കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, ലാ യഖൂമു വലാ യഖഉദു വലാ യദ്ഹബു വലാ യജിഉ വലാ യർജിഉ വലാ യർകബു വലാ യൻസിലു ഇല്ലാ വഹുവ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ്. യുഹിബ്ബുല്ലാഹ്, അല്ലാഹുവിനെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഈ സ്വഹാബി കയറുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും, ഒരു വാഹനത്തിൽ കയറിയാലും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാലും പോയാലും വന്നാലും എണീറ്റുന്നാലും ഇരുന്നാലും ഈ സ്വഹാബി ഇല്ല വഹുവ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ്. എപ്പോഴും ഈ സ്വഹാബി എന്ത് ചെയ്യും? മറക്കരുത്. ഏതാ സ്വഹാബി? മുആവിയ്യത്ത് ബിൻ മുആവിയ അൽ-ലൈസി എന്ന സ്വഹാബി മദീനയിൽ മരിച്ചപ്പോൾ തബൂക്കിലാണ് മുഹമ്മദ് മുസ്തഫ. അവിടെ വന്ന് സയ്യിദുനാ ജിബ്രീൽ വഹയോട്ട് കൊടുത്തതുമില്ല. വഹയില്ലാതെ എന്തിനു വന്നു? തങ്ങൾ വന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ജനാസയെ പങ്കെടുക്കാൻ വന്നതാ. ആരെ മരിച്ചു? മുആവിയ്യത്ത് ബിൻ മുആവിയ മരിച്ചു. അല്ലാ, അത് നിങ്ങൾ വന്നോ? ഞാൻ മാത്രമല്ല, എത്ര ആളുണ്ട്? 70,000 മലക്കളി അല്ലാഹ് ആകാശത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര വലിയ ശ്രേഷ്ഠത എന്റെ. അദ്ദേഹം പോവാണെങ്കിലും വരികയാണെങ്കിലും കയറുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും എന്തോതും എന്തുകൊണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്ന വാക്കിനോടുള്ള ഇഷ്ടം, അള്ളാഹിനെ വലിയ ഇഷ്ടമാണ്. ആർക്ക്? ഈ സ്വഹാബിമാർക്ക്. അള്ളാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇത് ഏതുപോലെയാണ്? 2 കൊല്ലം കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങളെടുത്ത് പോകണുള്ളൂ, 4 സാധനങ്ങൾ വാങ്ങിയേക്കും. മനസ്സിലായില്ലേ? സമ്മേളനത്തിന് ആദ്യം നമ്മൾ ചക്കരൂട്ടായി വാങ്ങും, ഐസിലാക്കും. കഴിഞ്ഞിട്ട് സമ്മേളനമൊക്കെ കഴിച്ച് ഒന്നും തള്ളും കുറച്ച് കിട്ടി കുപ്പായം കീറിയിട്ടേ പോകുള്ളൂ. ചിലപ്പോൾ ആ കീസും പോകും ആ കൂട്ടത്തിൽ, എന്നാലും വാങ്ങും. എന്തുകൊണ്ട്? സമ്മേളനത്തിന് കഴിഞ്ഞ് എന്നാൽ ഓള് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടെന്ന്? ഞാൻ ഇപ്പം എനിക്ക് കൊണ്ടുവരാനാണല്ലോ പോയത് എന്നും ചോദിക്കണവരും ഉണ്ടാവും. അത് കൊണ്ടെന്ന് ഞാൻ വാങ്ങിയടി, പക്ഷെ തിരക്കിൽ പെട്ടുപോയി എന്ന് പറയണവരും ഉണ്ട്. ഒന്ന് കഴുത്ത് കുടുങ്ങിയോരാ, മനസ്സിലായി? ഒന്ന് കഴുത്ത് കുടുങ്ങിയോരെന്ത് പറയും? എനിക്ക് ചക്കര ഉട്ടായി കൊണ്ടുവരാനാണ്, അപ്പൊ ഞാൻ സമ്മേളനത്തിനായത്. അതേ സമയത്ത് എന്ത് പറയും? വേദനയോടെ എന്ത് പറയും? ഞാൻ ചെന്ന ഉടനെ തന്നെ വാങ്ങിയതാ, പക്ഷെ എന്തായി? വിട്ടുപോയി, തിരക്കപ്പെട്ട് കയ്യിൽ നിന്ന് പോയി. ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ തന്നെ 10 ആളായ്മ കൂടെ ചവിട്ടിയത് ചളിപൊളിയാക്കി. പിന്നെ എന്ത് ചെയ്യും? ആ വേദന ഒരു കൊല്ലം തീരൂല. അടുത്ത സമ്മേളനത്തിന് പോയിട്ട് കൊണ്ടുവന്നാൽ എന്തുകൊണ്ട്? ഓളെ ഇഷ്ടാണ്. ഒരാളുടെ ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടെടുക്കും. അയാളിലേക്ക് എപ്പോഴും ഹൃദയം തുറന്നു നോക്കും. ഇങ്ങനെ മുറാഖിബ ഇങ്ങനെ നോക്കും. അല്ലാഹുവിനെ കാണാൻ എന്താ വഴി? ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ എഴുതി വെച്ചത്? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹു അല്ലാത്തതെല്ലാം അയാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം ആര് മാത്രം? വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. ഏത് ദുനിയാവിന്റെ നിഅമത്ത് കിട്ടിയാലും നഷ്ടപ്പെടാത്ത നിഅമത്ത് ഉണ്ടാവില്ല. ഒറ്റ നിഅമത്ത് ഒഴികെ, ഈമാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാം നഷ്ടപ്പെടും. എന്ത് നഷ്ടപ്പെടില്ല? ഈമാൻ നഷ്ടപ്പെടില്ല. എല്ലാം നഷ്ടപ്പെടും. വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. ഏത് കിട്ടിയാൽ നഷ്ടപ്പെടും. എന്ത്? ഈമാൻ കിട്ടിയാൽ മാത്രം നഷ്ടപ്പെടില്ല, ബാക്കിയൊക്കെ നഷ്ടപ്പെടും. ഇതെല്ലാം വസ്തു എല്ലാം എഴുതാത്തൊരു സാധനമില്ല. ഇതെല്ലാത്തിലും മുറാഖിബാണ്. എവിടെ നോക്കിയാലും അല്ലാ, എവിടെ നോക്കിയാലും അല്ലാ, എവിടെ നോക്കിയാലും അല്ലാ.